Okay, magic morning. Magic morning. ഓക്കെ, എന്തൊക്കെ എല്ലാവരുടെയും വിശേഷമൊക്കെ? മഴയുണ്ടോ? Yes. Magic morning. ഇവിടെ നല്ല മഴ കുറച്ചു നേരമായി തുടങ്ങിയിട്ട്. ഓക്കെ, അപ്പം കഴിഞ്ഞ ക്ലാസ്സിലല്ല, അതിന്റെ മുമ്പത്തെ ക്ലാസ്സിൽ പ്രവീണ മാം മിറർ വർക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോ ഇന്ന് നമുക്ക് മിറർ വർക്കിന്റെ പാർട്ട് 2 ആണ് വരുന്നത്. സോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പ്രവീണ മാം പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇന്നത്തെ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പ്രവീണ മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. മാം പ്ലീസ് വെൽക്കം. ഗുഡ് മോർണിംഗ്. കേൾക്കുന്നുണ്ടോ? Good morning, പ്രവീണ മാം. Good morning. എല്ലാവർക്കും ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ആഴ്ചയില് മിറർ വർക്ക് പാർട്ട് 1 ആണ് ചെയ്തത് അല്ലെ? അതാരെങ്കിലും പ്രാക്ടീസ് ചെയ്തിരുന്നോ? ചെയ്തു മാം, ചെയ്തു. കഴിഞ്ഞ ക്ലാസ്സിൽ അത് ചിലവര് റിപ്പീറ്റ് ചെയ്ത് അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്തിരുന്നു എന്ന ഒരു ഫീഡ്ബാക്ക് കിട്ടിയത് കൊണ്ടാണ് ഞാൻ പാർട്ട് 2ലേക്ക് കടന്നത്. അപ്പൊ ഇന്ന് പാർട്ട് 2ല് നമ്മളൊരു കഥയിൽ നിന്ന് നമുക്കൊന്ന് തുടങ്ങാം. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും കുറുക്കന്റെ കഥ കേട്ടിട്ടുണ്ട്. ആ കുറുക്കൻ ഒരിക്കൽ മുന്തിരി വള്ളിയിൽ മുന്തിരി പറിക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ ഒരുപാട് സമയത്തെ ഒരു തെരച്ചിലിനൊടുവിൽ അല്ലെങ്കിൽ പരിശ്രമത്തിനൊടുവിലും ഒരുപാട് ശ്രമിച്ചിട്ട് പോലും ഒരു മുന്തിരി കൊലയിൽ നിന്ന് ഒരു മുന്തിരി പോലും കുറുക്കന് കിട്ടിയില്ല എന്നുള്ളതാണ് ശരിക്കും സത്യമാണ്. താഴെ ഇറങ്ങിയ കുറുക്കൻ വിഷമത്തോട് കൂടിയിട്ടാണ് പോകുന്നതെങ്കിലും ആ സമയത്താണ് കുറുക്കന്റെ കൂട്ടുകാരൻ ചോദിക്കുന്നത്, എന്തു പറ്റി, മുന്തിരി എങ്ങനെയുണ്ട്? കാരണം കുറുക്കൻ ഓക്കെ, താങ്ക് യു ബഷീർ ഖാൻ. അപ്പൊ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടെങ്കിലും പോലും കുറുക്കൻ പറയുന്നത് ഇങ്ങനെയാണ്, ഓ അത് ഒന്നിനും കൊള്ളില്ല, ഭയങ്കര പുളിയാണ്, ഒന്നിനും കൊള്ളില്ല. മുന്തിരി എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു മധുരം ഉണ്ടെങ്കിലല്ലേ കഴിക്കാൻ പറ്റുള്ളൂ, ഒന്നിനും കൊള്ളില്ല, ഭയങ്കര പുളി, അതുകൊണ്ട് പിന്നെ ഞാൻ പിന്നെ കൂടുതലൊന്നും പറിക്കാൻ തന്നില്ല എന്ന് പറഞ്ഞ് കുറുക്കൻ യാത്ര ചെയ്യും. ഇതിന് പണ്ടുള്ളവർ പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ്. അത് ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാമോ? ഈ കുറുക്കൻ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, കിട്ടാത്ത മുന്തിരി പുളിക്കും. അതാണ്, കിട്ടാത്ത മുന്തിരി പുളിക്കും. പക്ഷെ സൈക്കോളജിയിൽ ഇതിന് കിട്ടാത്ത മുന്തിരി പുളിക്കും എന്നതിന്റെ രീതിയിലല്ല പറയുന്നത്, മറ്റൊരു രീതിയിലാണ്. അപ്പൊ കഥ അവിടെ നിൽക്കട്ടെ. അപ്പൊ മറ്റൊരു രീതിയിൽ ഇതിനെങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇന്റർപ്രറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഇനി ഇത് പണ്ടുള്ള ഒരു കഥയാണ്. ഇനി രണ്ടാമത്തത് ഒരു എക്സ്പീരിയൻസ് ആണ്. ആ എക്സ്പീരിയൻസിലേക്ക് നമുക്കൊന്ന് പോവാം. ഹാരി വളരെ തിരക്കുള്ള ഒരു മനുഷ്യനായിരുന്നു. അപ്പൊ ബിസിനസ്സിനിടയിൽ എപ്പോഴും ഓടി നടന്ന് ഓരോ കാര്യങ്ങളും ചെയ്യുന്നതിനിടയ്ക്ക് ഒരിക്കൽ തന്റെ യാത്രയിൽ ഹാരിക്ക് തന്റെ പേഴ്സ് നഷ്ടപ്പെടുകയാണ്. നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അത് പോക്കറ്റ് അടിച്ചു പോവുകയാണ്. അന്നത്തെ ദിവസം ഒരുപാട് വിലപ്പെട്ട രേഖകള് അന്ന് ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് അത് സൂക്ഷിച്ചതും ആ ഒരു പേഴ്സിലായിരുന്നു. ആ പേഴ്സിൽ അത് സൂക്ഷിച്ചു. ആ പോകുന്നതിന്റെ ഇടയിലാണ് തന്റെ പേഴ്സ് നഷ്ടപ്പെടുന്നത്. പേഴ്സ് നഷ്ടപ്പെടുമ്പോൾ അതിലൊരു കുഞ്ഞു ഗോൾഡ് കോയിനും കൂടി ഉണ്ടായിരുന്നു. കാരണം അന്ന് അതൊരു ആവശ്യത്തിന് വിൽക്കാനും കൂടിയിട്ടായിരുന്നു ഹാരി അത് കയ്യിൽ കരുതിയിരുന്നത്. അപ്പൊ ഇതെല്ലാം കുത്തി നിറച്ചിട്ടാണ് പേഴ്സ് കയ്യിൽ കരുതിയത്. നല്ല സുരക്ഷിതമായിട്ടുള്ള ബാഗ് തന്നെയാണ് ഹാരി വെച്ചത്. അത് ഹാരിക്ക് നല്ല ഉറപ്പാണ്. ഹാരി കുറച്ച് യാത്ര കഴിഞ്ഞ് ബസ് സർവീസിന് താഴെ ഇറങ്ങി കുറച്ച് മുന്നോട്ട് പോയപ്പോഴാണ് ഒരു ആവശ്യത്തിന് പേഴ്സ് നോക്കുമ്പോൾ പേഴ്സ് നഷ്ടപ്പെട്ടതായിട്ട് അറിഞ്ഞത്. ഒരു പക്ഷേ ഈ പേഴ്സ് എന്ന് കേൾക്കുമ്പോൾ, ഈ കഥ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഹാരിയുടെ ഈ ഒരു എക്സ്പീരിയൻസ് കേൾക്കുമ്പോൾ എന്റെ മനസ്സിനും പെട്ടെന്ന് തോന്നിയത്, കഴിഞ്ഞ വർഷം ഒരു പക്ഷേ ഞാൻ പേഴ്സ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് നിങ്ങൾക്കായി ക്ലാസ് എടുത്തിരുന്നു. അന്ന് എനിക്ക് നഷ്ടപ്പെട്ട ഒരു പേഴ്സിനെ കുറിച്ചാണ് പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് ഈ കഥ വായിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. അപ്പൊ അതായത് അന്ന് നടന്ന സംഭവം ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. അപ്പൊ ഞാൻ ഓർത്തു, അന്ന് ഒരുപാട് നമുക്ക് ATM കാർഡ് ഉണ്ട്, നമുക്ക് അല്ലാത്ത ഇലക്ഷൻ കാർഡ് ഉണ്ട്, ഒരുപാട് കാർഡുകൾ നമ്മൾ സൂക്ഷിക്കുന്നൊക്കെ പേഴ്സിലാണ്. അന്ന് എന്റെ മൊബൈൽ അല്ലെങ്കിൽ എന്റെ ഈ പേഴ്സ് നഷ്ടപ്പെട്ടപ്പോൾ എന്റെ മനസ്സിലേക്കും ഈ നഷ്ടം ഓടി വന്നു കഴിഞ്ഞു. ഇവിടെയാണ് ഈ മിറർ വർക്കിന്റെ പാർട്ട് 2ൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, തിമോത്തി വിൽസൺ പറയുന്ന സ്റ്റോറി എഡിറ്റിംഗ് എന്ന് പറയുന്ന സാധനം. എന്തുകൊണ്ട് നമുക്ക് ഈ സ്റ്റോറി ഒന്ന് എഡിറ്റ് ചെയ്തുകൂടാ? അത് വളരെ ഭംഗിയായിട്ട് കുറുക്കൻ എഡിറ്റ് ചെയ്തപ്പോ അതെന്ത് ചെയ്തു, അത് കഥകളിൽ വന്നത് മറ്റൊരു രീതിയിലാണ്. അതായത് കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന് കുറുക്കൻ അറിയാനിട്ടല്ല,
പക്ഷെ കുറുക്കൻ അത് എന്ത് ചെയ്തു? തനിക്ക് വിഷമം വന്നതിനെ കുറിച്ച് ആരോടും പറയാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്കും എന്തിന് കിട്ടിയില്ല, സോ വാട്ട് എന്നാണ് കുറുക്കൻ മനസ്സിൽ കരുതിയത് എന്നാണ് സൈക്കോളജി പറഞ്ഞത്. അതിനെന്താ, എനിക്ക് മുന്തിരി കിട്ടിയില്ലെങ്കിൽ എന്താ? പക്ഷെ പറഞ്ഞതും അങ്ങനെയാണെങ്കിലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിലും മറ്റുള്ളവരുടെ മുന്നിൽ അതൊന്ന് മറച്ചു വെച്ച് അത് കൊള്ളില്ല എന്ന് പറഞ്ഞ് കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്ന് മനസ്സിൽ കരുതുന്നതിന് പകരം കുറുക്കൻ ആ സ്റ്റോറി ഒന്ന് എഡിറ്റ് ചെയ്ത് മാറ്റി. അതായത് അത് കൊള്ളില്ല, അതുകൊണ്ട് അതിനു വേണ്ടി ആരും പരിശ്രമിക്കേണ്ടതില്ല എന്നാണ് കുറുക്കൻ പറഞ്ഞത്. അതുകൊണ്ട് കുറുക്കൻ എന്ത് ചെയ്തു? സൈക്കോളജി ഇങ്ങനെയാണ് പറഞ്ഞത്, കുറുക്കൻ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് വളരെ ശാന്തമായിട്ട് മനസ്സുകൂടി കുറുക്കൻ എന്ത് ചെയ്തു? ആ സിറ്റുവേഷനെ ഓവർകം ചെയ്തു. ഞാനിപ്പോ പറഞ്ഞ പേഴ്സിന്റെ കഥ കേട്ടപ്പോ കഴിഞ്ഞ വർഷം എനിക്ക് നഷ്ടപ്പെട്ട ആ ഒരു പേഴ്സാണ് പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് വന്നത്. കാരണം അന്ന് നഷ്ടപ്പെട്ട പേഴ്സിന്റെ ദുഃഖം ഇന്നും ഞാൻ എന്റെ മനസ്സ് കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പൊ ഒരു നഷ്ടത്തിന്റെ കഥ അറിഞ്ഞപ്പോ, പ്രത്യേകിച്ച് അതേ സിറ്റുവേഷൻ, ഒരു പേഴ്സ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് വന്നതാണ്. ഒരു പക്ഷേ ഈ പേഴ്സ് നഷ്ടപ്പെട്ട വിഷമം ഉണ്ടാവില്ല എന്നല്ല, ഉണ്ടാകാം. നമുക്ക് വിലപ്പെട്ട രേഖകൾ നഷ്ടപ്പെടുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഡിസപ്പോയിന്റഡ് ആകാം. പക്ഷെ എന്തുകൊണ്ട് നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കിയ സംഭവം, ആ വിഷമത്തെ തരണം ചെയ്തുകൊണ്ട് ആ സ്റ്റോറിയെ ഒന്ന് എഡിറ്റ് ചെയ്ത് നോക്കിക്കൂടാ? ഒരു എക്സാമ്പിളും കൂടി പറയട്ടെ. ഇതിൽ ഏകദേശം കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഓക്കെ, ഒരു 40 above ഒരുപാട് പേരുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ പഴയ പ്രണയത്തെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? എന്തായാലും പ്രണയിച്ചവർ ആരെങ്കിലും ഒക്കെ ഇതിലുണ്ടാവും. പക്ഷെ അന്ന് നമ്മൾ പ്രണയിച്ച ആൾക്കാരെ കുറിച്ച് പറയുമ്പോൾ പിന്നെ അത് കഴിഞ്ഞ് പ്രണയം ഒരു നഷ്ടമാണെങ്കിൽ, നഷ്ടമായി പോയവർ പിന്നെ എന്ത് ചെയ്യും? ഒരു വിവാഹത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ പിന്നെ ചിന്തിക്കുന്നുണ്ട്, ഓ ഇത് നടത്തിയത് നന്നായി, പക്ഷെ അതൊരു അന്ന് അവളെ ഒഴിവാക്കിയത് നന്നായി, അതുകൊണ്ട് എനിക്കിപ്പോ നല്ല ലൈഫാണ് എന്ന് ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ അതൊരു കൂളായിട്ട് എടുക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? ആ സ്റ്റോറി എഡിറ്റ് ചെയ്തുകൊണ്ടല്ലേ. അതല്ലാതെ വീണ്ടും അതിനെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെട്ട് ആ സ്റ്റോറിയുമായിട്ട് മുന്നോട്ട് പോയിരുന്നെങ്കിൽ നമുക്കിപ്പോഴും നമ്മൾ കൊണ്ട് നടക്കുന്ന ഈ ലൈഫിനെ അത്ര സന്തോഷത്തോടു കൂടി ഏറ്റെടുക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ സൗഭാഗ്യങ്ങളെ കുറിച്ച്, നല്ലൊരു ജീവിതമായിരിക്കാം പിന്നീട് കിട്ടിയിട്ടുണ്ടാവും, അതിന്റെ സൗഭാഗ്യങ്ങളെ കുറിച്ച് നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല. ഒരു പക്ഷെ കഴിഞ്ഞ ദിവസം ഈ ഒരു കാര്യത്തെ കുറിച്ച് വീണ്ടും ചിന്തിച്ചപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഇന്നലെ ഒരിക്കൽ കുറച്ചുകൂടി നന്നായിട്ട് ഞാനൊന്ന് ഉറങ്ങി എന്ന് പറയും. കാരണം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ സ്റ്റോറിയെ അതേ സ്റ്റോറി ആയിട്ട് തന്നെ കൂടെ അതിനെ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് പിന്നീട് മുന്നോട്ട് പോകുന്നത്. ഈ സ്റ്റോറി ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കുറുക്കൻ എഡിറ്റ് ചെയ്തതുപോലെ എന്തുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ പാസ്റ്റിലെ സംഭവങ്ങൾ ഒന്ന് റീ എഡിറ്റ് ചെയ്ത് അതിൽ നിന്ന് വിമുക്തമാക്കാൻ നമുക്ക് സാധിച്ചൂടാ എന്ന് തിമോത്തി വിൽസൺ പറയും. ഇത് മിറർ വർക്കിന്റെ മറ്റൊരു ഭാഗമാണ്. കാരണം നെഞ്ചിലേറ്റിയ വിഷമങ്ങളെല്ലാം അതേ വിഷമത്തോടു കൂടി തന്നെ അതിനെ ഒന്ന് എഡിറ്റ് ചെയ്യാൻ പോലും ശ്രമിക്കാതെ മുന്നോട്ട് നീങ്ങുന്നവരാണ് പലപ്പോഴും നാം. എന്തൊക്കെ പഠിച്ചാലും എത്ര മെഡിറ്റേറ്റ് ചെയ്താലും ചില സമയങ്ങൾ നമ്മൾ അങ്ങനെയാണ്. കാരണം നമ്മൾ വളർന്നു വന്നത് അങ്ങനെ ആയതുകൊണ്ടാണ്. അല്ലാതെ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കാഞ്ഞിട്ടല്ല. നമ്മുടെ ഉള്ളിൽ നമ്മൾ കേട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇപ്പോഴും നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. അതുകൊണ്ടാണ് സൈക്കോളജി പറഞ്ഞത് ഒരിക്കലും ഒരു വ്യക്തിയെ പൂർണ്ണമായിട്ടും മാറ്റാൻ കഴിയില്ല. നമ്മൾ 7 വയസ്സ് വരെ അല്ലെ കുട്ടിക്കാലത്ത് നമുക്ക് കുഞ്ഞുനാളുകളിൽ നമുക്ക് കിട്ടിയ ആ ഒരു അറിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പിന്നെ നമ്മൾ മുന്നോട്ട് പോകുന്നത്. പക്ഷെ പിന്നീട് മാറ്റം വരുത്താൻ സാധിക്കും. അതിന് ചെറിയ മേമ്പൊടികൾ ഇടുന്നതാണ്. ഇപ്പൊ ബിരിയാണി ഒക്കെ ചെയ്യുന്ന സമയത്ത് ബിരിയാണി ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ എന്ത് ചെയ്യും? ഈ പാലിന് കുറച്ച് ഈ എന്താ പറയാ കുങ്കുമപ്പൊടിയൊക്കെ, കുങ്കുമ പൗഡർ ഇട്ടിട്ട് അതൊരു മഞ്ഞ കളറാക്കി അതിന്റെ മുകളിൽ കൂടെ ഇട്ട്, പിന്നെ ആ ഒരു എന്താ പറയാ രാവിലെ തന്നെ ബിരിയാണിയുടെ കഥയാണ് പറയുന്നത്, ഉള്ളിയൊക്കെ നല്ല നെയ്യിൽ മൂപ്പിച്ച് പിന്നെ അതിൽ കിസ്മിസും അണ്ടിപ്പരിപ്പും ഒക്കെ വറുത്ത് അതിന്റെ മുകളിൽ എന്തുകൊണ്ടാണ്? അതൊരു മേമ്പൊടി കാലിക്കലാണ്. അപ്പൊ ആ ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ ഒരു മേമ്പൊടിയും ഒന്നിന്റെ മുകളിലും നമ്മൾ ചെയ്യാൻ സമ്മതിക്കില്ല. ആ ഒരു ഇൻസിഡന്റിനെ അതേപോലെ തന്നെ മാത്രം കണ്ട് അതിനിങ്ങനെ മുറുകെ പിടിച്ച് ഫ്രീ ആക്കി വിടാൻ പറ്റുന്നില്ല. അപ്പൊ ഇന്നലെ ഇത് പറയാൻ വേണ്ടിയിട്ട് ഇത് ഒരാഴ്ച മുന്നേ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞപ്പോ ഇത് പറയാൻ വേണ്ടി വീണ്ടും ഞാനിതൊന്ന് റീതിങ്ക് ചെയ്തപ്പോഴാണ് സത്യം പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു സന്തോഷം തോന്നിയത്. എന്തുകൊണ്ട് എനിക്ക് അപ്പോഴാണ് കുറച്ചും കൂടി ഓർത്തെടുത്തത് എന്റെ പേഴ്സിന്റെ കാര്യം. കാരണം ഈ ഒരു സ്റ്റോറി വായിക്കാൻ ഇടയായി. അപ്പൊ ഈ സ്റ്റോറിയുടെ പെട്ടെന്ന് എന്റെ പേഴ്സ് എന്റെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അന്നത്തെ സംഭവം ഇന്നും അതേ എഡീഷനിലൂടെയാണ് വീണ്ടും അച്ചടിച്ചടിച്ച് എന്റെ മനസ്സിൽ കൂടെ പോയിക്കൊണ്ടേയിരിക്കുന്നത്. അതിനെ ഒന്ന് റീ എഡിറ്റ് ചെയ്ത് പ്രിന്റ് ചെയ്തിരുന്നെങ്കിൽ ഈ പേഴ്സ് എന്ന പ്രശ്നം എന്റെ മനസ്സിലേക്ക് വരുമായിരുന്നില്ല എന്ന് ഉറപ്പാണ്.
കാരണം അവിടെ റീ എഡിഷൻ നടന്നിട്ടില്ല. പറയാനൊക്കെ പറയും, അത് പോകേണ്ട സമയത്ത് പോകും, എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ ആ വിഷമമുണ്ട്. അപ്പൊ നമുക്ക് വിഷമം തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഈ കാർഡുകൾ പിന്നെ കുറച്ച് പൈസയൊക്കെ നഷ്ടമാവുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ഇതിന്റെയൊക്കെ പിന്നാലെ വീണ്ടും നടക്കണം, എന്റെ പൈസ നഷ്ടപ്പെട്ടു. ഈ പണം എന്ന് പറയുന്നത് നമുക്ക് വീണ്ടും ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. അത് നമുക്ക് കഴിയില്ല എന്ന് തോന്നുന്നിടത്ത് നമ്മൾ അവിടെ മണി മാനേജ്മെന്റിൽ പോലും തോറ്റു പോകുന്നുണ്ട്. കാരണം പണം ഒഴുകേണ്ടതാണ്. അത് ഒഴുകാൻ ചില സന്ദർഭങ്ങൾ വരുമ്പോൾ അതിന് ഒരു മടിയും കൂടാതെ അതിന് ചെലവാക്കാൻ നമ്മൾ മടി കാണിക്കരുത് എന്ന് കൂടി മണി മാനേജ്മെന്റ് പറയുന്നുണ്ട്. അപ്പൊ ഇതിന് റീ എഡിറ്റ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നമ്മെ ബുദ്ധിമുട്ടിക്കുന്ന ആ ഒരു അവസ്ഥകളെ അല്ലെങ്കിൽ അവസരങ്ങളെ റീ എഡിറ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാവാത്തത് കൊണ്ടാണ് എന്നാണ് പറയുന്നത്. അപ്പൊ കഴിയുന്നതും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന എല്ലാ കാര്യങ്ങളും റീ എഡിറ്റ് ചെയ്ത് മുന്നോട്ട് നീങ്ങാനുള്ള ശ്രമം നടത്തുക. തിമോത്തി വിൽസൺ പറയുന്ന സ്റ്റോറി എഡിഷൻ നമുക്ക് ഏറെ ഗുണപ്രദം ചെയ്യും എന്ന് ഉറപ്പാണ്. നമ്മൾ പലപ്പോഴും നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് എങ്ങനെയാണോ അതേപോലെയാണ് നമ്മളെ ചിന്ത മുന്നോട്ട് പോകുന്നത്. അതിനെ ഒന്ന് റീ ഇന്റർപ്രറ്റ് ചെയ്ത് നമുക്ക് കൂളായിട്ട് എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നോർത്ത് അതിന് റീ ഇന്റർപ്രറ്റ് ചിന്തിച്ചാൽ മാത്രം പോരാ, അതിനെ എഡിറ്റ് ചെയ്ത് സ്റ്റോറിയായി എഴുതി രേഖപ്പെടുത്തി പിന്നീട് അത് കത്തിച്ചു കളയണം എന്നുകൂടി ഹീലിംഗ് പ്രോസസ്സിൽ പറയുന്നു. അപ്പൊ റീഎഡിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ അത് രേഖപ്പെടുത്തി കഴിഞ്ഞു എന്നർത്ഥം. ഒരുപക്ഷെ പ്രണയ നരേശം വന്നപ്പോഴും നമ്മൾ ചിന്തിച്ചത് പലപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. അതിന് റീകവർ ചെയ്യാൻ എനിക്ക് നല്ലൊരു ജീവിതം കിട്ടി എന്ന് റീ എഡിറ്റ് ചെയ്തപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഒരിക്കൽ കൂടി ഫ്രഷ് ആയി നമ്മൾ പുതിയ ജീവിതത്തിലേക്ക് കടന്നു. കുറുക്കൻ പറഞ്ഞതുപോലെ റീ എഡിറ്റ് യുവർ സ്റ്റോറി. അപ്പൊ അതിന്റെ പുളിപ്പും ബുദ്ധിമുട്ടും കയ്പും ഒന്നും നിങ്ങളെ ബാധിക്കില്ല. നമ്മൾ പലപ്പോഴും നമ്മുടെ ആ സ്റ്റോറിയുമായി അറ്റാച്ച് ആയിരിക്കുകയാണ്. ഇതിന് എന്ന് നിങ്ങൾ അറ്റാച്ച്മെന്റിൽ നിന്ന് മാറി നിൽക്കുന്നോ അന്ന് നിങ്ങൾക്ക് ഇതിൽ നിന്ന് എല്ലാം ഹീലിംഗിലേക്ക് കടന്ന് പുതിയൊരു ലൈഫിനെ കുറിച്ച് മുന്നിൽ വന്ന് തുറന്നു കിടക്കുന്ന വാതിലുകളെ കുറിച്ച് ചിന്തിച്ച് മുന്നോട്ട് പോകാനാകും എന്നും തിമോത്തി വിൽസൺ പറയുന്നു. മിറർ വർക്കിൽ ഇതും പ്രധാനമാണ്. നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എന്തെങ്കിലും മനസ്സിലേക്ക് വരുന്ന സമയത്ത് കണ്ണാടിയിൽ നോക്കി അതിനെ റീ എഡിറ്റ് ചെയ്ത് പുഞ്ചിരിച്ചുകൊണ്ട് നമ്മളോട് തന്നെ സംസാരിക്കുക. ആ സ്റ്റോറി റീ എഡിറ്റ് ചെയ്യൂ. ഇത് കേട്ടപ്പോ ഇന്ന് ഞാനും ആ കണ്ണാടി ക്ലാസ് എടുക്കുന്നതിന് മുന്നേ കണ്ണാടി എടുത്തു വെച്ച് അതിൽ നോക്കി ഈ പേഴ്സിന്റെ കാര്യം ഒന്ന് റീ എഡിറ്റ് ചെയ്ത് സംസാരിക്കുക മാത്രമല്ല അതിന് എഴുതാൻ കൂടി ശ്രമിച്ചപ്പോഴാണ് കുറച്ചുകൂടി അതിന് ക്ലാരിറ്റി വന്നത്. കാരണം സോ വാട്ട്, അത് സംഭവിച്ചു, സോ വാട്ട്, അത് എന്താ കുഴപ്പം, അത് സംഭവിച്ചു തന്നെ ഇരിക്കട്ടെ, അതിനെ റീകവർ ചെയ്യാൻ ശ്രമിക്കുക, റീ ഇന്റർപ്രറ്റ് ചെയ്യുക. തിമോത്തി വിൽസൺ പറയുന്നത് സ്റ്റോറിയെ എഡിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം നിങ്ങൾ സ്റ്റോറി എങ്ങനെ എഡിറ്റ് ചെയ്യുന്നു അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നിങ്ങളുടെ ഹാപ്പിനെസ്സും എല്ലാം നിങ്ങളെ തേടി വരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് മുന്നോട്ട് പോകണമെങ്കിൽ എഡിഷൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പലപ്പോഴും നമ്മൾ കണ്ടിട്ടില്ലേ പുസ്തകങ്ങൾക്ക് 5th എഡിഷൻ 6th എഡിഷൻ എന്നൊക്കെ പറയുന്നത്. എന്ന് പറഞ്ഞതുപോലെ ഒരു സംഭവത്തിൽ നിങ്ങൾക്ക് ചിലപ്പം അതിന് റിക്കവർ ആകാൻ പറ്റിയില്ലെങ്കിൽ വീണ്ടും അത് റീ എഡിറ്റ് ചെയ്യുക. അത് ചിലപ്പോൾ 5ാമത്തെ തവണ റീ എഡിറ്റ് ചെയ്യുമ്പോഴേ ചിലപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ഫ്രീ ആകാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ എത്ര പ്രാവശ്യം എഡിറ്റ് ചെയ്താലും വേണ്ടില്ല, നിങ്ങൾ അതിൽ നിന്ന് പൂർണ്ണമായും ഹീൽ ചെയ്ത് പുറത്തു വരാൻ കഴിയും എന്ന് തിമോത്തി വിൽസൺ ഒരിക്കൽ കൂടി നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്തായാലും എല്ലാവർക്കും ഇതിൽ എവിടെയെങ്കിലും ഞാൻ ഇത് പറഞ്ഞപ്പോ ഈ റീ എഡിഷൻ നടത്തേണ്ട ഒരു ഇൻസിഡന്റ് മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും എന്ന് ഓർക്കുക. അതിനെക്കുറിച്ച് ഷെയർ ചെയ്തതിൽ ഒരുപാട് സന്തോഷം. ഷെയർ ചെയ്യൂ. ഇനി റീ എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് സ്വന്തം ലൈഫില് നിങ്ങൾക്ക് പൊറുക്കാനും നിങ്ങൾ സ്വീകരിക്കാനുള്ള ഒരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ തീർച്ചയായും ഇതിന് നിങ്ങൾക്ക് വഴികാട്ടിയാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തായാലും സ്റ്റോറി റീ എഡിറ്റ് ചെയ്യൂ. ഈ എഡിഷൻ എത്ര തവണ ആയാലും, അത് 5th എഡിഷൻ ആയാലും കൊള്ളാം, 6th എഡിഷൻ ആയാലും കൊള്ളാം, അതൊന്നും പറ്റിയ ഇടയ്ക്ക് റീ എഡിറ്റ് ചെയ്യുക. കാരണം ഞാനിപ്പോ ചിന്തിച്ചപ്പോ ഈ പേഴ്സ് കഴിഞ്ഞ വർഷമാണ് നഷ്ടപ്പെട്ടത്. അതിനെ എഡിറ്റ് ചെയ്തിട്ടും ശരിയായിട്ടില്ല എന്നുള്ള കാര്യം എന്നെ ഓർമ്മപ്പെടുത്തിയത് ഈ ഒരു സ്റ്റോറിയാണ്, കുറുക്കന്റെ സ്റ്റോറിയാണ്. കാരണം ഈ പേഴ്സിന്റെ കഥ എന്റെ മുന്നിലും വന്നപ്പോൾ ഞാൻ ഓർത്തത് എനിക്ക് നഷ്ടപ്പെട്ട പേഴ്സിന്റെ കാര്യം. എന്തുകൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ട പേഴ്സിന്റെ കാര്യം ഞാൻ ഓർത്തു? അവിടെ എഡിഷൻ കറക്റ്റ് ആയിട്ടില്ല. വീണ്ടും മനസ്സിലേക്ക് അത് വന്നുവെങ്കിൽ എഡിഷൻ ഇനിയും കറക്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള സമയമായിരിക്കും. എന്തായാലും ഞാനും ഒരു 3-4 പ്രാവശ്യമായിട്ട് എഡിറ്റ് ചെയ്തു. ഇന്നലെയും എനിക്ക് തോന്നുന്നു വീണ്ടും എഡിറ്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയാണ്. കാരണം ഇടയ്ക്കിടയ്ക്ക് പേഴ്സ് എടുക്കുമ്പോൾ എപ്പോഴെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇത് മനസ്സിലേക്ക് വരുന്നുണ്ട്. അപ്പൊ എഡിറ്റ് ചെയ്തു. അപ്പൊ എഡിറ്റ് ചെയ്തപ്പോൾ കുറച്ചൊക്കെ റിലാക്സേഷൻ തോന്നി. വീണ്ടും ഇന്നലെ കുറച്ചുകൂടി സന്തോഷത്തോടു കൂടി ഉറങ്ങിയെന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മോർണിംഗ് വളരെ ഹാപ്പിയായി എനിക്ക് ഫീൽ ചെയ്തു. എന്തായാലും ഇനിയും
റീ എഡിറ്റ് ചെയ്യാം. നമുക്ക് റീ എഡിറ്റ് ചെയ്ത് മുന്നോട്ട് പോകാം. ഈ എഡിഷൻ നിർത്തണ്ട. നമുക്കൊരു എഴുത്തുകാരനാണെങ്കിൽ ഇതിനും ഒരു സാധ്യത ഉണ്ടെന്നാണ് വിമോത്തി വിൽസൺ പറയുന്നത്. ഇതിലൂടെ നിങ്ങളെ സ്റ്റോറികളെ റീ എഡിറ്റ് ചെയ്ത് പുതിയൊരു ലക്ഷ്യത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സംഭവത്തെ പുതിയ രീതിയിൽ കണ്ടുകൊണ്ട് നമ്മളെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു കാരണത്തെയും മാറ്റി നിർത്തിക്കൊണ്ട് ലക്ഷ്യങ്ങളിലേക്ക് മുന്നേറുക. ജീവിതം ഒരു റേസ് അല്ല എന്ന് കഴിഞ്ഞ ദിവസം ഒരു ബസ്സിന്റെ ചീറിപ്പാഞ്ഞു പോകുന്ന ബസ്സിന്റെ പിന്നിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. ലൈഫ് ഈസ് നോട്ട് എ റേസ്. പക്ഷെ ബസ് ഓടിക്കൊണ്ടിരിക്കുന്നത് റേസ് പോലെയാണ്. ഇറ്റ് ഈസ് എ ജേർണി. അത് ബസ്സുകാർ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം എഴുതി വെച്ച അന്ന് മുതൽ അവർ ഇതിനെ കുറിച്ച് ഓർക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി. കാരണം അവർക്ക് ഒരു യാത്രക്കാരൻ ഇറങ്ങാൻ പോലും അവർക്ക് സമയമില്ല. ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ എഡിറ്റ് ചെയ്യൂ. ഒരിക്കലും റേസിനെ പിന്തുടരേണ്ടതില്ല. അതിന് ഒരു ജേർണിയായി ദിവസവും യാത്ര ചെയ്യേണ്ട നമ്മളൊരു സ്ഥലത്തേക്ക് പോകുന്നത് പോലെ മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതിന്റെ മുന്നേയുള്ള ഒരു യാത്രയെ കണ്ടുകൊണ്ട് പതുക്കെ പതുക്കെ ഓരോ സ്റ്റോറിയും റീ എഡിറ്റ് ചെയ്ത് മുന്നോട്ട് നീങ്ങും. നിങ്ങൾക്ക് എല്ലാവർക്കും പുതിയ പുതിയ സ്റ്റോറികൾ എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ ജീവിതം കൂടുതൽ ഭംഗിയുള്ളതും ആരോഗ്യപൂർണ്ണമുള്ളതും സന്തോഷപൂർണ്ണമുള്ളതാകട്ടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു. ഐ ബ്ലസ് യു ഓൾ, ഐ താങ്ക് യു ഓൾ ആൻഡ് ഐ ലവ് യു ഓൾ. ഗുഡ് ഡേ. താങ്ക് യു പ്രവീണ മാം. താങ്ക് യു സോ മച്ച്. മിറർ വർക്കിന്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്ന് നിങ്ങൾ കേട്ടിട്ടുള്ളത്. ഫസ്റ്റ് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളവരാണ് നിങ്ങളെല്ലാവരും. അപ്പൊ അതിന്റെ ഒരു ഫീഡ്ബാക്ക്, അതുപോലെ തന്നെ ഇന്നത്തെ സെഷന്റെ ഒരു ഫീഡ്ബാക്കും കൂടെ ഷെയർ ചെയ്യണം. സോ ആരാണ് ഫസ്റ്റ് ഫീഡ്ബാക്ക് പറയാൻ വരുന്നത്? അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം. നന്നായിട്ടുണ്ട് മാഡം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. റീ എഡിറ്റ് അതൊരു ഇതുവരെ അധികം ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യം കൂടിയാണ്. വളരെ നന്നായിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു കൃഷ്ണമൂർത്തി സർ. അങ്ങനെ റീ എഡിറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലേക്ക് വന്നുവോ? തീർച്ചയായിട്ടും കാണും. എന്തായാലും റീ എഡിറ്റ് ചെയ്യും, നമുക്ക് നോക്കാം. ഷുവർ. താങ്ക് യു. ഓക്കെ, താങ്ക് യു കൃഷ്ണമൂർത്തി സർ. താങ്ക് യു സോ മച്ച്. ഞാൻ പേര് വിളിക്കണോ? നിങ്ങള് സ്വമേധയാ മുന്നോട്ട് വരുന്നുണ്ടോ? എന്താണ്? ആരും ഒന്നും പറയുന്നില്ലല്ലോ. ഹലോ പ്രീത മാം. ഹലോ, ഗുഡ് മോർണിംഗ് പ്രവീണ മാം. ഗുഡ് മോർണിംഗ്. മിറർ വർക്കിന്റെ രണ്ടാമത്തെ സെക്ഷൻ വളരെ സൂപ്പറായി. ഒരു കഥയിലൂടെ മാം അത് അവതരിപ്പിച്ചു. മിറർ വർക്ക് ചെയ്യാറുണ്ട്, പക്ഷെ ഫസ്റ്റ് ആദ്യമൊക്കെ ചെയ്യുന്ന സമയത്ത് ശരിക്കും ചിരി വന്നായിരുന്നു കേട്ടോ. കണ്ണാടിന്റെ മുന്നിൽ പോയി നിന്നിട്ട് ഐ ആം പെർഫെക്റ്റ്, ഐ ആം ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറയുമ്പോ ശരിക്കും ചിരി വന്നായിരുന്നു. പക്ഷെ നമുക്ക് അത് പറയുമ്പോൾ നമ്മുടെ ഉള്ളില് ശരിക്കും നല്ലൊരു സന്തോഷം, നല്ലൊരു കോൺഫിഡന്റ് വന്നു എന്നുള്ളതാണ്. പിന്നെ മാം ഇപ്പോ സ്റ്റോറി റീ എഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞത്, എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, SSLC ഒപ്പം പഠിച്ച ഒരു ഫ്രണ്ടാണ്, മദീഷ് എന്നാണ് പേര്. അപ്പൊ ആള് ഒരുപാട് പഠിക്കുന്ന സമയത്ത് ഒരുപാട് പ്രണയങ്ങൾ ആൾക്കുണ്ടായിരുന്നു. ഒരാൾ വിട്ട് ഒരാൾ അങ്ങനെ ഉണ്ടായിരുന്നത്. പക്ഷെ അവൻ എന്ത് ചെയ്തെന്നറിയോ? അവന് ശരിക്കും കല്യാണം കഴിഞ്ഞ സമയത്ത് വൈഫിനോട് ഈ കഥ കംപ്ലീറ്റ് പറഞ്ഞു. ഫസ്റ്റ് ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. ഇപ്പൊ ഞങ്ങളുടെ വീട്ടിലേക്കൊക്കെ വരുമ്പോ അവന് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ വീട്ടിൽ ഇപ്പൊ ഇവിടെ വന്നാലും ഞാനും ഏട്ടനും കുട്ടികളൊക്കെ എന്ന് സംസാരിക്കും. വേറെ ഫ്രണ്ട്സിന്റെ വീട്ടിലേക്കൊക്കെ അവൻ പോകാറുണ്ട്. അപ്പൊ ഞങ്ങൾ 1-2 ഫാമിലിയൊക്കെ ഫാമിലി ആയിട്ട് നല്ല അറ്റാച്ച്മെന്റ് ആണ്. വൈഫും കുട്ടികളും ഹസ്ബൻഡൊക്കെ ആയിട്ട് നല്ല അറ്റാച്ച്മെന്റ് ആണ്. അപ്പൊ അവൻ ഞങ്ങളോട് 2-3 പേരോട് വിളിച്ചിട്ട് പറയാണ്, നിങ്ങളുടെ ഫാമിലി കാണുമ്പോൾ എനിക്ക് കൊതിയാവുക ചെയ്യുന്നത്. കാരണം എന്റെ ഫാമിലിയിൽ അങ്ങനെ ഇല്ല, എന്റെ വൈഫ് ഇങ്ങനെയാണ് എന്നുള്ളത് പറഞ്ഞു. അപ്പൊ എന്താ കാര്യം ഞങ്ങൾ ചോദിച്ചു. അപ്പൊ ആദ്യം അവൻ പറഞ്ഞില്ല, പിന്നീടാണ് അവൻ പറഞ്ഞത്, ഇത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് അറിഞ്ഞൂടെ, അത് ഞാൻ ഫുള്ള് പ്രിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആളത് ആദ്യമൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പൊ 2 കുട്ടികളായി, അവര് നല്ല വലിയ കുട്ടികളായി, ഫ്രണ്ട്സ് കഴിഞ്ഞു. ഇപ്പോഴാണ് അവളുടെ ഉള്ളിൽ അത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എന്ത് പറഞ്ഞാലും അതാണ് പറയണത് എന്ന്.
അതായത് നിങ്ങൾ അങ്ങനെയല്ലായിരുന്നു, ഇന്ന ആള് ഓരോ വ്യക്തികളുടെയും പേരെടുത്തിട്ട് പറയുകയാണ്. അപ്പൊ അവളത് മറന്നിട്ടില്ല എന്ന്. അപ്പൊ ഞങ്ങൾ അത് പറഞ്ഞു, ശരിക്കും അത് ശരിക്കും അത് മനസ്സിലാക്കാൻ പറ്റണം. ഇപ്പൊ ഒരു ജീവിതത്തിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ വൈഫിന്റെ അടുത്തോ അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ അടുത്തോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞ് അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മറക്കാനോ അല്ലെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ അവർക്കത് കഴിയണം, ഉൾക്കൊള്ളാൻ കഴിയണം. ഇപ്പൊ അതില്ല. ഇപ്പൊ ഞാൻ എന്റെ ജീവിതത്തിലാണ്, എനിക്കിപ്പോ കിട്ടിയ ജീവിതത്തിൽ ഞാൻ സന്തോഷിക്കുകയാണ് എന്നുള്ള ആ ഒരു കാര്യം ഹസ്ബൻഡ് ആയാലും വൈഫ് ആയാലും അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. ഇവൻ പക്ഷെ അങ്ങനെ ഇപ്പൊ ഒരു വിഷയവും ഇല്ല. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇപ്പൊ ഈ ഒരു സംഭവം പറഞ്ഞിട്ട് വൈഫ് ഭയങ്കരമായിട്ട് ആളെനെ ഇങ്ങനെ എന്താന്ന് പറയുന്നത്, ഭയങ്കരമായിട്ട് ആളെനെ ഇടയ്ക്കിടയ്ക്ക് വിഷമിപ്പിക്കുക, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ്. അപ്പൊ മാം, ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, എന്ത് ചെയ്യും, നമുക്ക് അതിൽ എന്താണ് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്? എനിക്കിത് കേട്ടപ്പോ ഇപ്പൊ നമ്മൾ പറഞ്ഞത് കുറച്ചും കൂടി ക്ലാരിറ്റിയോട് കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന കൂടി ഒരു ഇത് മനസ്സിൽ തോന്നി കേട്ടോ. താങ്ക് യു സോ മച്ച് ഇങ്ങനെ ഒരു ഷെയറിങ് നടത്തി. തീർച്ചയായിട്ടും ഇപ്പൊ ആ വ്യക്തി അന്ന് പറഞ്ഞത് മുഴുവൻ അറിഞ്ഞോട്ടെ എന്നൊരു ആത്മാർത്ഥമായിട്ടാണ് പറഞ്ഞത്, ശരി, ഓക്കെ. പക്ഷെ ആ വ്യക്തി ഇങ്ങനെ പറഞ്ഞപ്പോ ഉൾക്കൊണ്ട വ്യക്തി ചിലപ്പോൾ അതുപോലെ ആയിരിക്കില്ല ഉൾക്കൊണ്ടത്. കാരണം ഓരോ വ്യക്തികളും ഓരോ രീതിയിലാണ് വളർന്നു വന്നിരിക്കുന്നത്. അപ്പൊ ഒരാളെ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല. പക്ഷെ ഇപ്പൊ പ്രശ്നം ഭാര്യയല്ല, ഭർത്താവാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഈ വ്യക്തി പറയുന്നത് എനിക്കിത് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമം. സോ എന്തിനാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്? അവര് ഭാര്യ എങ്ങനെ പറയുന്നു, ഇവിടെ പിന്നെ സൈക്കോളജി പറയുന്ന ഇത്രേ ഉള്ളൂ, ഭാര്യ എങ്ങനെ പറയുന്നെങ്കിൽ സോ വാട്ട്, പറഞ്ഞോട്ടെ, പറയണ്ടെന്ന് പറഞ്ഞാൽ കുറെ ആ ഭർത്താവ് ശ്രമിച്ചില്ലേ, പിന്നെ എന്തിനും അതിന് പിന്നാലെ നടന്ന് ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യം? വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്, എന്തെല്ലാം നമുക്ക് ചെയ്യാനുണ്ട്. പറയട്ടെ, അത് അവരുടെ മനസ്സിൽ അവരുടെ വിഷമങ്ങൾ അങ്ങനെയാണ് പറഞ്ഞു തീർക്കുന്നെങ്കിൽ ലെറ്റ് ഇറ്റ് ബി. അപ്പൊ നമ്മൾ ഇവരോട് പറയാനുള്ള ഇത്രേ ഉള്ളൂ. ആ വ്യക്തിയോട് എനിക്ക് പറയാനുള്ള ഭാര്യയെ കുറിച്ച് എനിക്ക് ഒരു കുറ്റവും പറയാനില്ല. കാരണം ആ വ്യക്തി വളർന്നു വന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. ഒരിക്കലും നമുക്ക് ഒരു വ്യക്തിയെ കുറ്റപ്പെടുത്താനും ആവില്ല. അപ്പൊ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, സോ വാട്ട്, ലെറ്റ് ഇറ്റ് ബി. അവിടെ പറഞ്ഞുകൊണ്ടേ ഇരിക്കട്ടെ. അതിന് ആ രീതിയിൽ എഡിറ്റ് ചെയ്യാൻ ഈ വ്യക്തി, ഈ ഭർത്താവ് ശ്രമിക്കുകയാണെങ്കിൽ അദ്ദേഹം അതിന് മുഖ്യമാകും. കാരണം നമുക്ക് ഈ ഭൂമിയിൽ ഒരു വ്യക്തിയെ പോലും നമുക്ക് മാറ്റിമറിക്കാൻ കഴിയില്ല. എന്തൊക്കെ മെഡിറ്റേഷൻ ക്ലാസ് കയറിയാലും അത് ആ വ്യക്തി വിചാരിക്കുന്നത് എന്നാണോ അന്നേ വ്യക്തിക്ക് മാറ്റം ഉണ്ടാവുള്ളൂ. സോ ഇത്രേ പറയാനുള്ളൂ. ആ വ്യക്തിയോട് ഇങ്ങനെ ഭാര്യ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എന്താ പ്രശ്നം? അതുകൊണ്ട് എനിക്ക് എന്തിനാണ് സമാധാനക്കേട്? അവിടെ പറഞ്ഞോട്ടെ, അത് ആ വ്യക്തിയല്ലേ പറയുന്നത്. അപ്പൊ സമാധാനക്കേട് ഭാര്യയ്ക്കല്ല, ഭർത്താവിനാണ്. ഭർത്താവിനാണ് പ്രശ്നം. സോ വാട്ട്, അവരവിടെ പറഞ്ഞുകൊണ്ടേ ഇരിക്കട്ടെ. ചിലപ്പോ കാലഘട്ടത്തിൽ മാറ്റങ്ങൾ വരുമ്പോൾ മനുഷ്യർക്കും മാറ്റങ്ങൾ വരും. അവര് മാറ്റങ്ങൾ വരുമ്പോൾ തിരിച്ചു. അപ്പൊ ഇതിന് റെസ്പോണ്ട് ചെയ്യാൻ നിന്നാൽ അപ്പോഴാണ് മറ്റു ബന്ധങ്ങളിലേക്ക് പോകുന്നത്. എനിക്ക് വീട്ടിൽ സ്വസ്ഥതയില്ല എന്ന് പറയുമ്പോൾ സ്വസ്ഥത തരുന്ന ആൾക്കാരിലേക്ക് ഓടി ഒടിക്കും. അപ്പൊ പ്രശ്നം ഭർത്താവാണ്, ഭാര്യയല്ല. ഭാര്യ പറയുന്നു, ചിലപ്പോ അതോടുകൂടി ചിലപ്പോ അത് പറയാം, ആ പറച്ചിലായിരിക്കും അത് പറയുന്നത്. അത് കഴിഞ്ഞാൽ ഭാര്യ എന്റെ വഴിക്ക് പോകും, ഭാര്യയുടെ ജോലിയായിട്ട് പോകും. ഇത് നെഞ്ചു കയറ്റി ഈ ഭർത്താവാണ് നടക്കുന്നത്. അപ്പൊ ഇത്ര പറയാൻ ഇത്രയേ ഉള്ളൂ. അത് പറയുന്നതുകൊണ്ട് നിനക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിന്നെയാണ് നീ ആദ്യം കറക്റ്റ് ചെയ്യേണ്ടത്. അവര് പറഞ്ഞോട്ടെ, അത് അതിന്റെ വഴിക്ക് കൂടെ. സോ വാട്ട്. ഇത് പറയുമ്പോ ഇത് എനിക്ക് എന്റെ ഗുരുനാഥൻ പറഞ്ഞത് എത്രയാണ്, ഒരിക്കൽ ഒരു ഭർത്താവ് വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോ ഒരു ലെറ്റർ വീട്ടിൽ കണ്ടു. ഞാൻ ഒരുപാട് ചിരിച്ച സംഭവമാണ്. അപ്പൊ ആ ലെറ്ററിൽ ഇങ്ങനെ എഴുതിയിരിക്കും, ഞാൻ എന്റെ ഇവിടെ വീട്ടിൽ വരുന്ന പാൽക്കാരന്റെ ഒപ്പം സുഖുവിന്റെ ഒപ്പം ഒളിച്ചോടുന്നു എന്ന് പറഞ്ഞപ്പോ ഭർത്താവ് ആദ്യം ഒന്ന് ഞെട്ടി. ഭർത്താവ് ഉടനെ ചിന്തിച്ചു ഉത്തരം, ഈ സുഖുവിന്റെ ഗു ഇങ്ങനെയാണോ എഴുതേണ്ടത്? കാ നല്ല എഴുതുന്നത്, ഇത് വേറെ ഘായാണോ ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത്? അതോടുകൂടി ആ വ്യക്തി അപ്പൊ വ്യക്തിക്ക് പോലും അത്ഭുതമായി. ഞാൻ അതിലെ ലെറ്ററിന്റെ അക്ഷരത്തെറ്റാണ് കണ്ടുപിടിച്ചത്. ഭാര്യ ഭർത്താവ് ഒളിച്ചോടിനെ കുറിച്ചൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മൾ വിഷമിക്കാൻ കാരണം എന്തുകൊണ്ടാ വിഷമിക്കുന്നത്? ഭാര്യ ഒളിച്ചോടി പോയാൽ സമൂഹം എന്ത് പറയും? എന്നെ കുറ്റപ്പെടുത്തില്ലേ, അവരെന്നെ ക്രൂശിക്കില്ലേ? ഭാര്യ ഒളിച്ചോടി പോയി. സോ വാട്ട്. സൈക്കോളജി ചോദിക്കുന്നതാണ്, കേൾക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെങ്കിലും ശരിയാണ്. സോ വാട്ട്, പോട്ടെ. നമ്മുടെ ഭയം സമൂഹമാണ്, അവരെതിനെങ്ങനെ ഉൾക്കൊള്ളും? എന്നെ കുറ്റപ്പെടുത്തില്ല, ഞാൻ മോശക്കാരനായതുകൊണ്ടല്ലേ എന്റെ ഭാര്യ ആയിക്കോട്ടെ, ഞാൻ മോശക്കാരനായതുകൊണ്ട് എന്റെ ഭാര്യ നല്ലൊരു കംഫർട്ട് സോണിലേക്ക് പോയി. ലെറ്റ് ഇറ്റ് ബി, ഗോ ഹെഡ്. ഇതാലോചിച്ച് നമ്മളെ സ്റ്റോറി എഡിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടേയിരിക്കും. പിന്നീട് സമൂഹത്തെ കാണുമ്പോൾ ബുദ്ധിമുട്ടുന്ന അവർക്ക് മറ്റൊരു സംഭവം കിട്ടുന്നവരേ ഉള്ളൂ. അത് കിട്ടിക്കഴിഞ്ഞാൽ അവർ ഇത് മറക്കും. അപ്പൊ പിന്നെ എന്തിനാണ് ഈ സ്റ്റോറി നെഞ്ചിലേറ്റി ഇത് ബുദ്ധിമുട്ട്? എന്റെ ഭാര്യ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്ന് പറഞ്ഞ സ്റ്റോറി ഈ വ്യക്തി നെഞ്ചിലേക്ക് കൊണ്ട് നടക്കുന്നത്? ലെറ്റ് ഇറ്റ് ബി. അവര് പറഞ്ഞോട്ടെ, സോ വാട്ട്, പറഞ്ഞുകൊണ്ടേയിരിക്കട്ടെ. അവർക്ക് മടുക്കുമ്പോ അവർ നിർത്തിക്കോളും. നമ്മൾ ഈ സ്റ്റോറി എഡിറ്റ് ചെയ്യുക. നമ്മൾ ഇങ്ങനെ ചെയ്ത് എനിക്കത് പറയാതിരിക്കാമായിരുന്നു,
എന്തിന് ഞാൻ പറഞ്ഞു അവിടെ കറക്റ്റ് അങ്ങനെ ഇനിയിപ്പോ അതും ചിന്തിച്ചിട്ട് കാര്യം. ഓക്കെ, ഇനിയിപ്പോ പറയാൻ കയ്യിൽ നിന്ന് പോയി, ഇനിയിപ്പോ അത് കേൾക്കേ നിർത്തി, പറയട്ടെ, സോ എന്ന് പറഞ്ഞ് അതിനെ കൂളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ ഒന്ന് പരിശ്രമിച്ചു നോക്കാൻ എന്ന് പറഞ്ഞു നോക്കും. ഓക്കെ പ്രീത, താങ്ക് യു സോ മച്ച്. നമ്മളെ ഭാര്യ എന്തിനു നമ്മൾ ടാർഗറ്റ് ചെയ്യണം? അപ്പൊ നമ്മളോട് ഈ വ്യക്തിയാണ് ചോദിച്ചിരിക്കുന്നെങ്കിൽ പറയാൻ എത്രയേ ഉള്ളൂ. അവര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ, എന്തൊക്കെ വേറെ കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്, നമുക്ക് ചുറ്റുമുള്ള എന്തെല്ലാം ഭംഗിയുള്ള കാര്യങ്ങളുണ്ട്, സന്തോഷിക്കാൻ എന്തൊക്കെ വകകളുണ്ട്. എഡിറ്റ് ദ സ്റ്റോറി. പ്രീത പോയോ? ഹലോ, ഇല്ല. ഓക്കെ, താങ്ക് യു. ഓക്കെ. Okay, thank you, Preeta ma'am. Thank you so much. പ്രവീണ മാം, ഗുഡ് മോർണിംഗ്. നല്ലൊരു ക്ലാസ് ആയിരുന്നു മാം. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച മിറർ ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അത് നമ്മുടെ ഒരു ചലഞ്ചിൽ ഉൾപ്പെടുത്തുകയും ചെയ്തായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു വ്യത്യാസമുണ്ട് മാം, പറയണമെന്ന് ഇരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ എന്നിപ്പോ ഒരു സംശയം ഉണ്ടായിരുന്നു, അതിന്റെ ഇപ്പം പ്രീത മാം പറഞ്ഞപ്പോൾ അതും ക്ലിയർ ആയി. നല്ലൊരു ക്ലാസ് ആയിരുന്നു മാം. താങ്ക് യു മാം. താങ്ക് യു വെരി മച്ച്. വെൽക്കം. താങ്ക് യു ഷൈനി. ഓക്കെ, ഒരുപാട് സന്തോഷം അത് ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞതിൽ. കാരണം അന്ന് മുതൽ ഒരുപക്ഷെ കുറെ വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ചെയ്തിരുന്ന ഒരു പ്രാക്ടീസാണ് വീണ്ടും ഈ ബി മാജിക്കിന്റെ ക്ലാസ്സിലൂടെ ഞാൻ കൊണ്ടുവന്നത്. എഴുന്നേറ്റ ഉടനെ ഞാൻ എന്നോട് തന്നെ കണ്ണാടിയിൽ നോക്കി, സത്യം പറഞ്ഞാൽ ആ ഒരു ഉറങ്ങി എഴുന്നേറ്റ ഉടനെ കണ്ണാടിയിൽ നോക്കിയിട്ട് ഞാൻ എന്നോട് പറയുന്നത്, അപ്പോ ഞാനിവിടെ ഹോസ്റ്റൽ റൂമിൽ ആയതുകൊണ്ട് ചിലപ്പോൾ ലൈറ്റ് ഇടാൻ കഴിയില്ല, കാരണം ആ സമയത്ത് കുട്ടികൾ ഉറങ്ങുന്നതല്ലേ. അപ്പൊ പുറത്തു വന്ന കണ്ണാടിയിൽ കണ്ണടച്ച് കണ്ണാടിയിൽ പുറത്തേക്ക് കയ്യിൽ കൊണ്ടെടുക്കുന്ന കണ്ണാടിയിൽ പുറത്ത് വന്ന് ആ വെളിച്ചത്തിൽ നോക്കിയിട്ട് ഞാൻ എന്നോട് തന്നെ പറയും, whatever it is, so what, I am willing to love you. അവിടെയാണ് അതിന്റെ പ്രത്യേകത. ഐ ലവ് യു എന്ന് പറയുന്നതിനേക്കാൾ ഇതൊക്കെയാണെങ്കിലും നീ തോറ്റുപോയി, നീ അപമാനിക്കപ്പെട്ടു, സോ വാട്ട്, ഐ ആം വില്ലിംഗ് ടു ലവ് യു. അതാണ് ഫസ്റ്റ് ക്ലാസ്സും ഈ ക്ലാസ്സും ഞാൻ തമ്മിൽ കണക്ട് ചെയ്തത്. എഡിറ്റ് യുവർ സ്റ്റോറി. ആ സ്റ്റോറി എഡിറ്റ് ചെയ്യും. എന്റെ കയ്യിൽ നിന്ന് തെറ്റു പറ്റിപ്പോയി, സോ വാട്ട്, ഐ എം റെഡി ടു ചേഞ്ച്. ആ സ്റ്റോറി ഞാൻ എഡിറ്റ് ചെയ്യും. ഞാൻ അതിന്റെ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ കണ്ണാടിയിൽ നോക്കി വീണ്ടും പറയേണ്ടത് ഇങ്ങനെയാണ്, ഐ ആം വില്ലിംഗ്. ഐ ലവ് യു എന്ന് പറയാൻ വലിയ ബുദ്ധിമുട്ടില്ല, പക്ഷെ ഈ സെന്റൻസ് ഒന്ന് ആവർത്തിച്ച് പറഞ്ഞു നോക്കൂ, ഐ ആം വില്ലിംഗ് ടു ലവ് യു. ഇതൊക്കെയാണെങ്കിലും നിനക്ക് അബദ്ധങ്ങൾ പറ്റിയിരിക്കാം, നിനക്ക് നഷ്ടങ്ങൾ ഉണ്ടായിരിക്കാം, അതിനൊക്കെ ഉത്തരവാദി ഞാനാണ്. സോ വാട്ട്, ഐ ആം വില്ലിംഗ് ടു ലവ് യു. എന്ത് തന്നെയാണെങ്കിലും നിന്നെ ആ രീതിയിൽ സ്നേഹിക്കാൻ ഞാൻ തയ്യാറാണ്. അപ്പൊ നമ്മൾ പാർട്ട് 1ഉം പാർട്ട് 2 ഇവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞു. എഡിറ്റ് യുവർ സ്റ്റോറി ആൻഡ് ടെൽ യുവർ സെൽഫ് ബൈ ലുക്കിംഗ് ഇൻ ദ മിറർ, ഐ ആം വില്ലിംഗ് ടു ലവ് യു. താങ്ക് യു ഷൈനി ഫോർ ഷെയറിംഗ്. താങ്ക് യു മാം. Thank you, Shiny ma'am. Thank you so much. Sheila ma'am. പ്രവീണ മാം, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താണ് ക്ലാസ്? മിറർ വർക്ക് പ്രാക്ടീസ് ചെയ്തായിരുന്നു, പക്ഷെ 100 വട്ടം ഒന്നും ചെയ്യാനുള്ള ഒരു ടൈം കിട്ടിയില്ല. തീർച്ചയായിട്ടും ചെയ്യുന്നത് ആത്മാർത്ഥമായിട്ട് ചെയ്തു. അതിൻ്റെതായ വ്യത്യാസമുണ്ട്. കാരണം നമുക്ക് മനസ്സിൽ കുറച്ചുകൂടെ ഒരു സന്തോഷമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. നന്നായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ മാം ഇന്ന് പറഞ്ഞ ക്ലാസ് ശരിക്കും ആ ഒരു രീതിയിൽ ഉൾക്കൊള്ളുവാണെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതം എത്ര സന്തോഷത്തോടെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നാണ് ഞാൻ ഓർക്കുന്നത്. കാരണം എല്ലാ കുടുംബങ്ങളിലും ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉള്ളപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ ഓരോ സംഗതി പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന, അല്ലെ കുത്തിക്കൊണ്ടേ ഇരിക്കുന്നതാണ്. പക്ഷെ അത് നമ്മൾ കേൾക്കുന്നവര് അതിന്റെ വഴിക്ക് വിടുവാണെങ്കിൽ, അല്ലെങ്കിൽ ആ സ്റ്റോറി റീഎഡിറ്റ് ചെയ്ത് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. നല്ല രീതിയിൽ സന്തോഷത്തോടെ പോകാൻ പറ്റും എന്നാണ് എനിക്ക് മനസ്സിലായത്. ഓക്കെ, താങ്ക് യു മാം. വെൽക്കം ഷീല മാം. ഷീല മാം പറഞ്ഞതുപോലെ 100 തവണ എന്ന് സൈക്കോളജി പറയുന്നുണ്ടെങ്കിലും നമ്മൾ അതിലേക്ക് എത്രത്തോളം ബില്ലിംഗ് ആയിട്ട് ഇറങ്ങി ചെല്ലുന്നു എന്നുള്ളതാണ് കാര്യം. ഈ 100 തവണ എന്ന് വിചാരിച്ചിട്ട് ചെയ്യാത്തവരുണ്ടാവും, പക്ഷെ നമ്മളത് ചെയ്യുന്നുണ്ട് എന്ന് തന്നെ അതിലാണ് ഇമ്പോർട്ടൻസ്. 100 എന്ന അക്കത്തിനേക്കാളും അത് 100 എന്ന് പറയുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അത് ആഴത്തിൽ ഇറങ്ങി പോവാനാണ്. പക്ഷെ ഇതൊക്കെ കേട്ടും ഒരുപാട് പേര് ചെയ്യാത്തവരുണ്ടാവാം. സോ ആ 100 എന്ന അക്കത്തിനെ കുറിച്ച് ഓർത്ത് പറയിലാണ് എഡിറ്റ് യുവർ സ്റ്റോറി. ഐ ആം ഡൂയിങ്,
ഞാൻ ചെയ്യുന്നുണ്ട്, എഡിറ്റ് ദാറ്റ്. അപ്പൊ ഒരു കോൺഫിഡൻസ് കിട്ടും. വീണ്ടും അത് എഡിറ്റ് ചെയ്തപ്പോൾ നമുക്കത് വീണ്ടും ചെയ്യാനുള്ള ഒരു കരുത്തും കൂടി കിട്ടും. മറ്റു 100 പ്രാവശ്യം ചെയ്തില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ നമ്മൾ ആ സ്റ്റോറി വീണ്ടും വിഷമത്തോട് കൂടിയിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ മിറർ വർക്കും നമ്മൾ അതേ വിഷമത്തോട് കൊണ്ടുപോകും. എഡിറ്റ് യു സ്റ്റോറി. 100 പറഞ്ഞെങ്കിലും ഞാൻ ഇത്ര ചെയ്യും. എഡിറ്റ് ആൻഡ് കണ്ടിന്യൂ. ആ പ്രാക്ടീസിനാണ് ഇത് പ്രമുഖം. താങ്ക് യു ഷീല. താങ്ക് യു മാം. Thank you, Sheila ma'am. Thank you so much. Bashir sir. മാജിക് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ബഷീർ ഖാൻ. നല്ലൊരു ക്ലാസ് ആയിരുന്നു മാം. മിറർ ഞാനത് കഴിഞ്ഞ ഒരു 5-6 വർഷമായിട്ട് ചെയ്യുന്ന ആളാണ്. ഈ ബിഗിനിങ് സ്റ്റേജിൽ ഞാൻ ഈ പ്രീതമയം പറഞ്ഞ കഴിഞ്ഞത് ഒരു ബോറിംഗ് ആയിട്ട് തോന്നിയിരുന്നു. പിന്നാണ് എനിക്ക് അതിന്റെ ഡീപ്പായിട്ട് പോയി നോക്കുമ്പോൾ അത് ഭയങ്കര ടൂളാണ്. അത് ശരിക്കും നമ്മളെ മൊത്തത്തിൽ ഒന്നായിട്ട് നമ്മുടെ പേഴ്സണാലിറ്റിനെ വല്ലാതെ ഇതാക്കും. നല്ലൊരു ഇൻഫർമേഷൻ ആയിരുന്നു മാം. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. അപ്പൊ അതാ ഞാൻ പറഞ്ഞ മിറർ വർക്കിലേക്ക് ഇറങ്ങുമ്പോഴാണ് അതിന്റെ ഡീപ്പ് ആയിട്ടേക്ക് നമ്മൾ ഇറങ്ങുന്നത്. അതുകൊണ്ടാണ് സെന്റൻസ് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത്, ഐ ആം വില്ലിംഗ് ടു ലവ്. എന്ത് തന്നെയാണെങ്കിലും ആ സ്റ്റോറി എഡിറ്റ് ചെയ്ത് നിന്നെ സ്നേഹിക്കാൻ ഞാൻ തയ്യാറാണ്. എന്തായാലും അത് കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് ഒരുമിച്ച് തന്നെ മുന്നോട്ട്. താങ്ക് യു ബഷീർ. Okay. Thank you, Bashir sir. Thank you so much. ഇനി ആരും ഇല്ലേ? മാജിക് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മൻസർ. ഗുഡ് മോർണിംഗ് മാം. നല്ലൊരു ക്ലാസ് തന്നെ. നല്ലൊരു ടെക്നിക്കാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എഡിറ്റ് ചെയ്യുക, വീണ്ടും റീ എഡിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ സമാധാനം കെടുത്തുന്ന പല ഇൻസിഡൻസും എല്ലാവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിൽ വിഷമിച്ചുകൊണ്ട് നിന്നാൽ നമ്മൾ അവിടെ എത്തൂല. അപ്പൊ അത് റീ എഡിറ്റ് ചെയ്ത് നമ്മൾ മിററിൽ നോക്കിയിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും, കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ പ്രകാരം ഞാൻ മിറർ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. അത് ഇപ്പം ചില ദിവസം പറ്റിയില്ലെങ്കിൽ എനിക്ക് ഫോണിൽ ഞാൻ നോക്കിയിട്ട് ഫോട്ടോ ക്യാമറ ഓൺ ചെയ്തിട്ട് നമ്മളെ ഫോട്ടോ കാണുമല്ലോ, സെൽഫി എടുക്കുന്ന അതേപോലെ. അപ്പൊ അതിലും ഞാൻ ചില സമയത്ത് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അത് ശരിക്കും നല്ലൊരു എഫക്റ്റ് ഉണ്ട് എന്നാ പറയാനുള്ളത്. ഒരു ഇമ്പ്രൂവ്മെന്റ് നമ്മളെ ലൈഫിൽ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഒരു കോൺഫിഡൻസ് ഗെയിൻ ചെയ്യാനും ഒക്കെ പറ്റുന്നുണ്ട്. പിന്നെ മാം പറഞ്ഞ ആ കാര്യം സോ വാട്ട് എന്നുള്ളത് വല്ലാത്തൊരു വേർഡ് തന്നെയാണ്. അത് നമ്മൾ എപ്പോഴും നമ്മൾ എന്തുണ്ടെങ്കിലും അതൊരു സംഗതിയാണ് നമ്മളെ റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട്. സോ വാട്ട് അന്ന് പറഞ്ഞിട്ട് വിട്ട് കളയാ, ലെറ്റ് ഇറ്റ് ഗോ എന്നുള്ള ആ ഒരു രീതിയിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പല പ്രശ്നത്തിൽ നിന്നും നമുക്ക് സമാധാനം കിട്ടും. അപ്പൊ ഇത്രയും നല്ലൊരു ക്ലാസ് തന്നതിന് താങ്ക് യു വെരി മച്ച്. ഓക്കെ, മണിസാർ ഇത് പറഞ്ഞത് പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് ഓർമ്മയെടുത്ത ഒരു കാറിന്റെ മുകളിൽ ഒരാള് ഒരു പാർക്ക് ചെയ്തതിന്റെ ഒരു ഇഷ്യൂ വന്നു. അപ്പൊ മറ്റൊരാളുമായിട്ട് ഒരു ഇഷ്യൂ വന്നതിന്റെ പേരിൽ അന്ന് വൈകുന്നേരം തിരിച്ചു അദ്ദേഹം വീണ്ടും കാറിന്റെ അടുത്ത് പോയപ്പോൾ അതിന്റെ മുകളിൽ ആരും ഇങ്ങനെ ആ കാറിന്റെ മുകളിൽ ഒരു കമ്പനി കൊണ്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ എഴുതി വെക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് വളരെയധികം വിഷമം തോന്നി. അപ്പൊ അദ്ദേഹത്തിന് അറിയാം രാവിലെ ഉണ്ടായ കശപിശേന്റെ ഒരു കാരണമായിരിക്കാം. അപ്പൊ ഇത് അടുത്ത് വന്ന സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു, അയ്യോ കാറിന്റെ മുകളിൽ ആര് എഴുതി. അപ്പൊ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, സോ ആണ്, എഴുതുന്നവർ എഴുതട്ടെ, അത് എനിക്ക് തടയാൻ കഴിയില്ല. കാരണം നമുക്കിപ്പോ എപ്പോഴും കാറ് കൊണ്ടേ പാർക്ക് ചെയ്ത് അല്ലെങ്കിൽ വാഹനം കൊണ്ടേ പാർക്ക് ചെയ്ത് അതിനൊരു സെക്യൂരിറ്റി നമുക്ക് നിർത്താൻ പറ്റും. എപ്പോഴും ഒരു സെക്യൂരിറ്റി കാറിന്റെ കൂടെ നിർത്തി അവരവിടെ പാർക്ക് ചെയ്യുന്ന സമയത്ത് കാർ നോക്കണം എന്ന് പറഞ്ഞ് നിർത്താൻ നമുക്ക് സാധിക്കും. സോ എഴുതുന്നവർ എഴുതട്ടെ, അല്ലാതെ ഇപ്പൊ ഇതിൽ എന്ത് പറയാൻ പറ്റും. കാരണം ആ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളവരാണല്ലോ അത് എഴുതിയത്. അപ്പൊ ഞാനും ആ മാനസിക രോഗിയെ പോലെ ചിന്തിക്കാൻ തുടങ്ങിയാൽ ഞാൻ അതിനെ കുറിച്ച് വിഷമിക്കും. എന്റെ ചിന്ത ഇത് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന രീതിയിലേക്കാണ് എന്റെ ചിന്ത അവിടെ പോകുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്കത് കേട്ടപ്പോൾ ബുദ്ധിമുട്ട് തോന്നി. കാരണം ഇതൊക്കെ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുമോ എന്ന് സ്വാഭാവികമായിട്ട് ഞാൻ ചിന്തിച്ചു. പക്ഷെ ചിന്തിച്ചാൽ നമ്മൾ ഫ്രീ ആവും. നമ്മൾ അതിനെ എഡിറ്റ് ചെയ്ത് മാറ്റിക്കളഞ്ഞു എന്നുള്ളതാണ്. അതിനെ ഓർത്ത് വിഷമിക്കാതെ അതിന് കൊണ്ടുപോയിട്ട് നമുക്ക് വേണമെങ്കിൽ അത് സർവീസ് ചെയ്ത് നമുക്ക് അപ്പോഴും നമ്മൾ അതിന്റെ പൈസയെ കുറിച്ചാണ് ഓർക്കുന്നത്. അതാണ് വിഷമം. അപ്പൊ എഡിറ്റ് ചെയ്യൂ, എനിക്കിത് കാറ് വൃത്തിയായിട്ട് ചെയ്യണം, ചെയ്യുന്നവർ ചെയ്യട്ടെ. കാരണം ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ, നമുക്കത് സാധിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. സോ വാട്ട് എന്ന് ചുരുക്കി കേൾക്കുമ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെയാണ് ഇത് കേൾക്കുമ്പോൾ എങ്ങനെ പ്രാവർത്തികമാക്കും. പക്ഷെ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ നമ്മൾ അതൊന്ന് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വലിയ വലിയ കാര്യങ്ങളെ കുറിച്ചും അത് ഉൾക്കൊള്ളാൻ ചെയ്യും.
കാരണം നമ്മൾ വലിയ കാര്യങ്ങളെ കുറിച്ചാണ് ഇപ്പൊ ഇത് പറയുമ്പോഴും പലരും ചിന്തിച്ചു തുടങ്ങിയത്. എന്ത് ലേറ്റായി, ഒന്ന് നമ്മൾ എന്തെങ്കിലും മറന്നു വെച്ചു, ദോശ കരിഞ്ഞു, സോ വാട്ട്, ഒരു ദോശയും കൂടി ഉണ്ടാക്കണം എന്നല്ലേ ഉള്ളൂ. അങ്ങനെ കുഞ്ഞു കുഞ്ഞു ചായ ഉണ്ടാക്കിയപ്പോ അതിന് കടുപ്പം കുറഞ്ഞു പോയി, അപ്പൊ അവരത് പറഞ്ഞു, സോ വാട്ട്, അവര് പറഞ്ഞോട്ടെ, ഇതൊന്നും കൂടി നന്നാക്കി അടുത്ത പ്രാവശ്യം ഞാൻ ഉണ്ടാക്കി കൊടുക്കാം. അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ അപ്ലൈ ചെയ്യുമ്പോൾ മറ്റുള്ള വലിയ വലിയ സ്റ്റോറികൾ വരുമ്പോൾ അതിനെ എഡിറ്റ് ചെയ്യാനുള്ള കരുത്തും ഊർജവും നമുക്ക് പ്രപഞ്ചം നൽകും എന്നുകൂടി ഈ ഒരു തിയറി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. എന്തൊക്കെ സംഭവിച്ചാലും ശരി, ഐ ആം വില്ലിംഗ് ടു ലവ് യു. താങ്ക് യു മണി സർ. Okay. Thank you, Mani sir. Thank you so much. താങ്ക് യു. ഒരാൾക്കും കൂടെ ഫീഡ്ബാക്ക് പറയാനുള്ള ഒരു ചാൻസ് തരാണ്. സോ ആരാണ് ആ ഒരാള്? ഹലോ, ദിവ്യ മാം. ഹലോ, പറഞ്ഞോളൂ. നല്ലൊരു ക്ലാസ്. നമ്മളുടെ മനസ്സിൽ നിന്ന് എന്താ പറയാ, നമ്മളുടെ വിഷമങ്ങൾ നിറഞ്ഞ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറാനായിട്ട്, അതിൽ നിന്ന് സ്വതന്ത്രനാവാനായിട്ട് പറ്റുന്ന ഒരു അഫർമേഷൻ കൂടിയാണ് ഈ പറഞ്ഞത്. അപ്പൊ ഞാൻ കഴിഞ്ഞ വട്ടം മിറർ വർക്ക് മാഡം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പൊ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ഇടയ്ക്കിടയ്ക്ക് ചെയ്യും, അങ്ങനെയായിരുന്നു. പക്ഷെ ഇനി അത് കണ്ടിന്യൂ ചെയ്യണം. എന്താ പറയാ, നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ അതിന്റെ പിന്നാലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. മനസ്സ് അസ്വസ്ഥമാകുന്നതിനേക്കാൾ കൂടുതൽ അതിൽ നിന്നൊരു മുക്തി കിട്ടാനായിട്ട് ഏറ്റവും നല്ലൊരു ടെക്നിക്കാണ്. പിന്നെ കുറച്ചു ദിവസം മുന്നേ ഇങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോ എൻ്റെ അടുത്ത് പറഞ്ഞു, കുറച്ച് നേരം നിൽക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആ സമയത്ത് ഞാനിങ്ങനെ അതിനെന്താ, കുഴപ്പമില്ല. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞത് 2 മണിയാകുമ്പോഴേക്കും പോവാനേ പറ്റുള്ളൂ ആ കാര്യത്തിന് വേണ്ടിയിട്ട്. പക്ഷെ അത് നേരത്തെ സംഭവിച്ചു. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് പറ്റുന്നുണ്ട്. അപ്പൊ നമ്മൾ വിചാരിച്ചതിനേക്കാൾ നേരത്തെ ആ കാര്യം നമ്മളിലേക്ക് കിട്ടിയത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി സംഭവിക്കുന്നുണ്ട്. അപ്പൊ നമ്മളുടെ മനസ്സിനെ ആ ഒരു ദുഃഖത്തിൽ നിന്ന് സ്വതന്ത്രമാക്കി കഴിയും. അതാണ് അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. തീർച്ചയായിട്ടും ഞാനിത് ഇനി കണ്ടിന്യൂ ചെയ്യും സ്ഥിരമായിട്ട്. ഒരു ടൈമിംഗ് ഷെഡ്യൂൾ വെച്ചിട്ട് വേണം ചെയ്യണമെങ്കിൽ. ഫസ്റ്റ് മിറർ വർക്കിന്റെ ഞാൻ ചെയ്തിരുന്നു, പക്ഷെ ഡെയിലി എനിക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. സോറി മാം. ഇനി കണ്ടിന്യൂ ചെയ്യണം തീർച്ചയായിട്ടും. പിന്നെ അത് അഫർമേഷൻസിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളുടെ എന്താ പറയാ, സബ് ഗ്രൂപ്പിൽ ഡെയിലി നമ്മളൊന്ന് ആഡ് ചെയ്യണം. ഇതും കൂടി നമ്മളുടെ ഇതിന്റെ ഒരു പാർട്ടായിട്ട് വരുന്നു എന്ന് വിചാരിച്ചിട്ട്. ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട് ഇതില്, പറയുന്നുണ്ട് മിറർ വർക്ക് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ട് അപ്ഡേഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച്, നല്ലൊരു ക്ലാസ് തന്നതിന്. താങ്ക് യു സോ മച്ച് ദിവ്യ. കാരണം ദിവ്യ പറഞ്ഞൊരു പ്രധാനപ്പെട്ട വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു എന്നറിയില്ല. അത് കേട്ടപ്പോ വല്ലാത്തൊരു സന്തോഷം തോന്നി. സ്വതന്ത്രരാണ്. അതെ, നമ്മൾ ഇത് എന്തെങ്കിലും ഒരു സംഭവിക്കുമ്പോൾ നമ്മളെ ചിറകുകളൊക്കെ നമ്മൾ കൂട്ടിപ്പിടിച്ച് കെട്ടിച്ച് മുറുക്കി കെട്ടി വെച്ചിരിക്കുകയാണ്. അപ്പൊ ആ ഇൻസിഡന്റിനെ റീ എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ കെട്ടുകളിൽ നിന്ന് പൊട്ടിച്ച് പറക്കാൻ നമ്മൾ സ്വതന്ത്രരാവണം. ശരിക്കും പറഞ്ഞാൽ ആ ഒരു വാക്കിന് ഒരുപാട് നന്ദി. കാരണം ആ സ്വതന്ത്രരാവുക എന്നുള്ളത് അതാണ് നമ്മുടെ പ്രശ്നവും, ഇതിൽ നിന്ന് സ്വതന്ത്രമാകാൻ. അതുകൊണ്ടാണ് ആ മിറർ വർക്കിൽ ആ സെന്റൻസിനുള്ള പ്രാമുഖ്യം അവിടെ കൊടുത്തിരിക്കുന്നത്. ഐ ആം വില്ലിംഗ് ടു ലവ് യു. എന്തൊക്കെയാണെങ്കിലും ശരി, നിന്നെ സ്നേഹിക്കാൻ ഞാൻ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മളവിടെ സ്വതന്ത്രരാവാണ്. നമ്മളെ സ്നേഹിക്കാൻ ആരും ഇല്ലെങ്കിൽ നമ്മളുണ്ട്. അതൊരു വല്ലാത്തൊരു ധൈര്യമാണ്. whatever it is, so what, I'm there for you, I'm willing to love you എന്ന് പറയുമ്പോൾ അപ്പൊ സ്വതന്ത്രരാവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ഈ ദിവ്യ പറഞ്ഞതുപോലെ അത് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് ചെയ്യുന്നത് കേൾക്കുമ്പോൾ എനിക്കും ഒരുപാട് സന്തോഷം. കാരണം ഇത് എത്ര പേരിലേക്ക് എത്തി എന്നുള്ളതല്ല, ഇപ്പൊ 100 പേരിലേക്ക് എത്തിച്ചോ എന്നുള്ളതല്ല പ്രധാനം. ഷെയർ ചെയ്തത് ആരെങ്കിലും അത് ഉപയോഗിക്കുന്നു, അതിലൂടെ അവർക്ക് സ്വതന്ത്രരാകാൻ ദിവ്യ പറഞ്ഞതുപോലെ സ്വതന്ത്രരാകാൻ കഴിയുന്നു എന്ന് പറയുന്നത് വലിയൊരു സന്തോഷമാണ്. താങ്ക് യു സോ മച്ച്. നമുക്ക് എല്ലാവർക്കും സ്വതന്ത്രരാകാൻ കിട്ടുന്ന സ്റ്റോറി എഡിറ്റ് ചെയ്ത് നമ്മളോട് തന്നെ whatever it is, so what, I am willing to love you എന്ന് പറയാനുള്ള ധൈര്യവും കരുത്തും പ്രപഞ്ചം നൽകട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കും. താങ്ക് യു. താങ്ക് യു ദിവ്യ. താങ്ക് യു. താങ്ക് യു മാം. Okay. Thank you, Divya ma'am. Thank you so much.
അപ്പം ഞാൻ ലാസ്റ്റ് ചാൻസ് കൊടുത്തതായിരുന്നു ദിവ്യ മാമിന്. ടൈം ഒരു 4 മിനിറ്റും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും ഇനി ഫീഡ്ബാക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ടെങ്കിൽ ലാസ്റ്റ് ചാൻസ് ആണ്. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വൈകിട്ട് വരും. ആരെങ്കിലും ഉണ്ടോ? പെട്ടെന്ന് പറയാം. ഇല്ല. ഓക്കെ, നോ പ്രോബ്ലം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലെ പ്രവീണമ്മേ? ഓക്കെ. യെസ്, ഓക്കെ. അപ്പം മിറർ വർക്കിന്റെ 2 ക്ലാസ്സുകൾ നിങ്ങൾ കേട്ടു, പാർട്ട് 1ഉം പാർട്ട് 2ഉം. കേൾക്കാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, യൂട്യൂബിൽ നമ്മുടെ അതിന്റെ വീഡിയോ ഉണ്ടായിരിക്കും, നിങ്ങൾ കാണുക, കണ്ടിട്ട് ഇത് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. കാരണം പ്രാക്ടീസ് ചെയ്ത് അതിന്റെ റിസൾട്ട് ഉള്ളവര് ഇവിടെ തന്നെ പറഞ്ഞു, ഇപ്പൊ അതിന്റെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു. സോ നിങ്ങൾ എല്ലാവരും മാക്സിമം ഇത് പ്രാക്ടീസ് ചെയ്യാൻ ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു സെഷൻ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുള്ള പ്രവീണ മാമിന്, ഇതിൽ പങ്കെടുത്ത എല്ലാ മെമ്പേഴ്സിനും താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. Thank you, Pravina ma'am. Thank you. Thank you, ma'am. Thank you all. താങ്ക് യു മാം. താങ്ക് യു. Thank you.